Admission of a partner. Question number 84. NCERT. Do it yourself. Page number 151. Question number 1. Aslam and Jacob Heidi are equal partners with capitals 1,500, 1,750 and rupees 2,000 respectively. ഇവിടെ 3 ഓൾഡ് പാർട്ട്നേഴ്സാണ് വരുന്നത്. അസ്ലം, ജക്കബ് ആൻഡ് ഹൈഡി. അവരുടെ ഈക്വൽ പാർട്ട്നേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ഓൾഡ് റേഷ്യോ 1:1:1 ആണ്. ദേ എഗ്രി ടു അഡ്മിറ്റ് സാന്ത്വനം ഇൻ ടു ഈക്വൽ പാർട്ട്ണർഷിപ്പ് upon payment in cash of rupees 1,500 for 1/4 share of the goodwill and rupees 1,800 as his capital, both sums to remain in the business. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആരാണ് പുതിയ പാർട്ട്ണർ? സാന്ത്വനം. ഇൻ ടു ഈക്വൽ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 4 പാർട്ട്നേഴ്സും ഈക്വൽ പാർട്ട്നേഴ്സാണ്. അതായത് അവരുടെ ന്യൂ റേഷ്യോ 1:1:1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയാണ്? 1,500 ആണ്. ആളുടെ ഷെയർ എത്രയാണ്? 1/4 ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് 1,800. 2 എമൗണ്ട് ബിസിനസ്സിൽ റിമെയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ വിഡ്രോവൽ നടക്കുന്നില്ല. നമുക്കറിയാം ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം. പക്ഷേ അവരത് വിഡ്രോ ചെയ്യുന്നില്ല, ബിസിനസ്സിൽ റിമെയിൻ ചെയ്യാണ്. The liabilities of the old firm amounted rupees 3,000 and the assets apart from cash consist of motors 1,200, furniture 400, stock 2,650, debtors of rupees 3,780. ഓൾഡ് ഫേമിൻ്റെ ലയബിലിറ്റീസ്. ഓൾഡ് ഫേമിൻ്റെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പേരും കൂടി 3 ഓൾഡ് പാർട്ട്നേഴ്സ് അസ്ലം, ജക്കബ് ആൻഡ് ഹൈരി, അവരുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ലയബിലിറ്റീസ് 3,000. അപ്പാർട്ട് ഫ്രം ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഒഴികെയുള്ള ബാക്കി അസറ്റ്സുകൾ ഏതൊക്കെയാണ്? മോട്ടോർ 1,200, ഫർണിച്ചർ 400, സ്റ്റോക്ക് 2,650, ഡെറ്റേഴ്സ് 3,780. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് തരുന്നതിന് പകരമാണ് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? ക്യാഷിൻ്റെ എമൗണ്ട് നമുക്കിവിടെ തന്നിട്ടില്ല. The motor and furniture were revalued at rupees 950 and rupees 380 respectively. അഡ്മിഷനെ തുടർന്ന് ഈ അസറ്റ്സുകളിൽ മോട്ടോഴ്സും ഫർണിച്ചറും റീവാല്യൂ ചെയ്തു. ആൻഡ് ദ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ്. റീവാല്യൂ ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അസർട്ടൈൻ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ സാന്ത്വനംസ് അഡ്മിഷൻ. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കേണ്ടി വന്നത്? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾഡ് ഫേമിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതിൽ അപ്പാർട്ട് ഫ്രം ക്യാഷ് ഒഴികെയുള്ള അസറ്റ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മളുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കാരണം ഒരു ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട അസറ്റ്സും ലയബിലിറ്റീസും, അതായത് ഓൾഡ് ഫേമിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കാനുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഓൾഡ് ഫേമിൻ്റെ ക്യാപിറ്റൽ, ലയബിലിറ്റീസ് സൈഡിൽ എഴുതാം. എല്ലാ അസറ്റ്സും അസറ്റ് സൈഡിൽ എഴുതാം. അസറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷനെ തുടർന്ന് മോട്ടോഴ്സും ഫർണിച്ചറും റീവാല്യൂ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് അവിടെ എടുക്കാൻ പാടില്ല. അത് അഡ്മിഷന് ശേഷമുള്ള കാര്യങ്ങളാണ്. അഡ്മിഷന് മുമ്പ് ഉണ്ടായിരുന്ന മോട്ടോഴ്സിൻ്റെയും ഫർണിച്ചറിൻ്റെയും വാല്യൂ ആണ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ എഴുതാനുണ്ട്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എഴുതണം, അസ്ലാം, ജക്കബ്, ഹരി. പിന്നെ അവരുടെ ലയബിലിറ്റീസ് സൈഡിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലയബിലിറ്റി എത്രയാണ്? 3,000. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ എഴുതേണ്ടത്? ക്യാപിറ്റലും ലയബിലിറ്റി. അസറ്റ് സൈഡിലോ ക്യാഷ് ഒഴികെയുള്ള എല്ലാ അസറ്റ്സ് എഴുതണം. ഏതൊക്കെയാണ്? മോട്ടോഴ്സ് 1,200, ഫർണിച്ചർ 400, സ്റ്റോക്ക് 2,650, ഡെറ്റേഴ്സ് 3,780. ഇവിടെ വരെയുള്ളതാണ് എഴുതാവൂ. റീവാല്യൂ ചെയ്തത്
എവിടെയാണ് എടുക്കേണ്ടത്? അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റിലായിരിക്കണം എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മോട്ടോഴ്സിൻ്റെയും ഫർണിച്ചറിൻ്റെയും റീവാല്യൂ ഫിഗർ അല്ല എടുക്കേണ്ടത്. റീവാലുവേഷന് മുമ്പുള്ള 1200 400 ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാം, ഇവിടെ ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലോ ഗുഡ്വില്ലോ പഴയ ബാലൻസ് ഷീറ്റിൽ എഴുതാൻ പാടില്ല. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് അഡ്മിഷന് മുമ്പുള്ള ക്യാഷ് ഇൻ ഹാൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് അഡ്മിഷന് മുമ്പുള്ള അസറ്റ്സും ലയബിലിറ്റീസ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ഷീറ്റിൽ അഡ്മിഷന് മുമ്പുള്ള അസറ്റ്സും ലയബിലിറ്റീസും എൻ്റർ ചെയ്യാം. ഏതൊക്കെയാണ് അഡ്മിഷന് മുമ്പുള്ള അസറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലയബിലിറ്റി, അഡ്മിഷന് മുമ്പുള്ള അസറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ അസറ്റ്സ് ലയബിലിറ്റീസും ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അഡ്മിഷന് മുമ്പുള്ള ലയബിലിറ്റി എത്രയായിരുന്നു? 3000. ക്യാപിറ്റൽ എഴുതി, മോട്ടോർ, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെറ്റർ എഴുതി. അതിനുശേഷം അസറ്റ് സൈഡ് ലയബിലിറ്റീസ് നമ്മൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ അസറ്റ് സൈഡിലാണ് കുറവ് വരുന്നത്. ആ ബാലൻസിങ് ഫിഗർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്യാഷ് ഇൻ ഹാൻഡിനെയാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 220. ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിച്ചു. അടുത്തത് എന്താണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ സാന്തനംസ് അഡ്മിഷൻ. അഡ്മിഷന് ശേഷമുള്ള ഫേമിൻ്റെ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അഡ്മിഷനെ തുടർന്നുണ്ടായ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യണം. ഏതൊക്കെ അക്കൗണ്ടിലാണ് ചേഞ്ചസ് വന്നേക്കണമെന്ന് നോക്കാം. They agreed to admit Sandhanam into equal partnership upon payment in cash rupees 1500 for 1/4 share of goodwill and rupees 1800 as his capital. അതായത് ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു ഗുഡ്വിൽ, ഗുഡ്വിൽ അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. ഇനി അത് ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലായിരിക്കണം? സാക്രിഫൈസ് റേഷ്യോയിലായിരിക്കണം. ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്, 1:1. അപ്പം നമുക്കിവിടെ അഡ്മിഷനെ തുടർന്ന് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ച് വരും. അപ്പം നമുക്കിവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ ബാലൻസ് എഴുതി 1500, 1750, 2000. അതിനുശേഷം എന്ത് ചെയ്യണം? ന്യൂ പാർട്ട്ണറെ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗുഡ്വിൽ എന്ത് ചെയ്യണം? അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അവരുടെ സാക്രിഫൈസ് റേഷ്യോയിലായിരിക്കണം. എത്രയാണ് സാക്രിഫൈസ് റേഷ്യോ? 1:1. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്വിൽ 500, 500, 500. ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ അഡ്മിഷനെ തുടർന്ന് അസറ്റ്സ് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. ഏതാണ്? മോട്ടോർ, ഫർണിച്ചർ. മോട്ടോഴ്സിൻ്റെ അഡ്മിഷന് മുമ്പുള്ള വാല്യൂ എത്രയായിരുന്നു? 1200 ആണ്. റീവാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയായി? 950 ആയി. എന്തുകൊണ്ടായിരിക്കാം കുറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഡിപ്രീസിയേഷൻ മൂലമാണ്. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്? 250 ആണ്. അപ്പോൾ ഇവിടെ മോട്ടോർ റീവാല്യൂ ചെയ്തപ്പോൾ ലോസാണ്, 250 റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ നോക്കുക, അഡ്മിഷന് മുമ്പ് 400 ആയിരുന്നു. അഡ്മിഷൻ്റെ സമയത്ത് റീവാല്യൂ ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി? 380 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എത്രയാണ് കുറഞ്ഞത്? 20. അവിടെയും ലോസാണ്. റീവാല്യുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ റീവാല്യുവേഷൻ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇവിടെ 2 ലോസും കൂടി ആഡ് ചെയ്താൽ മതി. മോട്ടോർ റീവാല്യൂ ചെയ്തപ്പോൾ 250 ലോസ് കിട്ടി, ഫർണിച്ചർ റീവാല്യൂ ചെയ്തപ്പോൾ 20 കിട്ടി. അപ്പോൾ ഇവിടെ രണ്ടും ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലോസ് ഓൺ റീവാല്യുവേഷനാണ് വന്നിരിക്കുന്നത്. 250 + 20 270. വേറെ ഒന്നും വന്നിട്ടില്ല. റീവാല്യുവേഷൻ ലോസ് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓൾഡ് റേഷ്യോ ഏതാണ്? 1:1 ആണ്. 270നെ 3 പാർട്ട്നേഴ്സിനും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും വരുന്ന ലോസ് എത്രയാണ്? 90, 90, 90. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് എഴുതുക? റീവാല്യുവേഷൻ ലോസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ റീവാല്യുവേഷൻ ലോസ് 90, 90, 90. ഇവിടെ അഡ്മിഷനെ തുടർന്ന് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല.
അപ്പോൾ നമുക്കിവിടെ 3 പാർട്ട്നേഴ്സിൻ്റെയും, അതായത് ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ എത്ര പേര് ബാലൻസ് ക്യാരിഡ് അമൗണ്ട്, അസ്ലാം 1910, ജക്കാൽ 2160, ഹരി 2410. ഇത് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ടോട്ടലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ടോട്ടലിൽ നിന്നും 90 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1910, 2160, 2410. അത് നമുക്കിനി ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ അഡ്മിഷന് തുടർന്നുള്ള ബാലൻസ് ഷീറ്റ് നമുക്ക് വരയ്ക്കാം. ബാലൻസ് ഷീറ്റ് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ അഡ്മിഷനെ തുടർന്ന് ചേഞ്ചസ് ഒന്നുമില്ലാത്ത അസറ്റ്സ് ലയബിലിറ്റീസും അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യാം. ചേഞ്ചസ് ഉള്ള അസറ്റ്സും ലയബിലിറ്റീസും മാത്രമേ നമ്മൾ പുതിയ എമൗണ്ട് എഴുതേണ്ട കാര്യമുള്ളൂ. അഡ്മിഷൻ്റെ സമയത്ത് ചേഞ്ചസ് ഒന്നും വരാത്തത് എന്തൊക്കെയാണ്? ലയബിലിറ്റീസ് 3000, സ്റ്റോക്ക്, ഡെറ്റർ, ഈ 3 മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. ഇനി മാറ്റമുള്ളത് ഏതൊക്കെയാണ്? മോട്ടോർ എന്തായി? 1200 എന്നുള്ളത് 950 ആയി. ഫർണിച്ചർ 400 എന്നുള്ളത് 380 ആയി. ഇനി ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കാര്യം നോക്കാം. അഡ്മിഷന് മുമ്പ് എത്രയായിരുന്നു? 220 ആയിരുന്നു. നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ച എമൗണ്ടാണ് 220. ഇനി ക്യാഷിൻ്റെ ബാലൻസിൽ വ്യത്യാസങ്ങൾ വന്നു. നമ്മളുടെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് തന്നെ ഇവിടെ എമൗണ്ട് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ക്യാഷ് അക്കൗണ്ടിൽ ചേഞ്ചസ് വന്നതൊക്കെ എങ്ങനെയായിരുന്നു? ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എത്രയാണ്? 1800. ന്യൂ പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവന്നു 1500. അപ്പോൾ ഈ എമൗണ്ടുകളെല്ലാം എന്ത് ചെയ്താൽ മതി? 220 കൂടെ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ടോട്ടൽ എത്രയാണ്? 3520. ഇനി നമുക്ക് എഴുതാനുള്ളത് ഏതാണ്? അഡ്മിഷന് തുടർന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ആണ് എഴുതാനുള്ളത്. നമ്മളിവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിൻ്റെ ബാലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അസ്ലാം 1910, ജക്കബ് 2160, ഹരി 2410, സാന്ത്വനം 1800. ഇവിടെ നമ്മളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ ആകുമ്പോൾ കിട്ടുന്നത് 11,280. Next one, question number 85, NCERT, do it yourself, question number 2. Benu and Sunil are partners sharing profits in the ratio 3:2. Ina was admitted for 1/4 share, who paid rupees 2 lakh as capital and rupees 1 lakh for premium in cash. At that time of admission, general reserve amounting to rupees 1,20,000 and profit and loss account amounting to rupees 60,000 appeared on the asset side of the balance sheet. Record necessary journal entries to record the above transaction. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഉള്ള ജേണൽ എൻട്രി ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നു നോക്കാം. ഇവിടെ ബെനു ആൻഡ് സുനിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ഓൾഡ് റേഷ്യോ 3:2 ആണ്. ഐന പുതിയ പാർട്ട്ണറാണ്. ആളുടെ ഷെയർ 1/4 ആണ്. ഇവിടെ ഐന എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്? ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ്റെ സമയത്ത് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ജനറൽ റിസർവ് ഉണ്ടായിരുന്നു. അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ലോസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. ആദ്യം എന്ത് ചെയ്യണം? ന്യൂ പാർട്ട്ണറെ ക്യാഷും ക്യാപിറ്റലും ഗുഡ് വില്ലും കൊണ്ടുവരുന്നതിനുള്ള ജേണൽ എൻട്രി എഴുതാം. ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഐനാസ് ക്യാപിറ്റൽ. പ്രീമിയം കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ 1 lakh. കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ബെനൂസ് ക്യാപിറ്റൽ ടു സുനിൽസ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സാക്രിഫൈസ് റേഷ്യോയിൽ. ഇവിടുത്തെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3:2 ആണ്. അപ്പോൾ ഇവിടെ 1 lakhനെ 3:2 എന്നുള്ള റേഷ്യോയിൽ രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 3 ജേണൽ എൻട്രി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ഗുഡ് വിൽ കൊണ്ടുവരുന്നത്, ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത എന്താ നോക്കാം. അഡ്മിഷൻ്റെ സമയത്ത് ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ഉണ്ടായിരുന്നു. ജനറൽ റിസർവ് എവിടെ തരാറ്? ലയബിലിറ്റി സൈഡിലാണ്. അഡ്മിഷന് മുമ്പ് റിസർവ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, ലോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇവിടെ ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരാം? നാലാമത്തെ ജേർണൽ എൻട്രി ആണ് ജനറൽ റിസർവ് അക്കൗണ്ട് ടു ബെനൂസ് ക്യാപിറ്റൽ, സുനിൽസ് ക്യാപിറ്റൽ. 1,20,000 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അപ്പോൾ അഡ്മിഷന് മുമ്പുള്ള ലോസ് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം, ഓൾഡ് റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി എന്ത് വരാം? ബെനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എത്ര ജേർണൽ എൻട്രി? 5 ജേർണൽ എൻട്രി ആണ്. ഏതൊക്കെയാണ്? ഒന്ന് ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ് വില്ല് കൊണ്ടുവന്നു, ഗുഡ് വില്ല് സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത്. എന്തുകൊണ്ടാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുത്തത്? അഡ്മിഷന് മുമ്പുള്ളതായതുകൊണ്ടാണ്. അസറ്റ് സൈഡിലുണ്ടായിരുന്ന ലോസും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 5 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 86. NCERT Do it yourself, page number 151, question number 3. Ashu and Rahul are partners sharing profits in the ratio 5:3. ഇവിടെ അശു ആൻഡ് രാഹുൽ എന്ന് പറയുന്നത് 2 ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ഓൾഡ് റേഷ്യോ 5:3 ആണ്. ഗൗരവിൻ്റെ പുതിയ പാർട്ട്ണറാണ്. ആളുടെ ഷെയർ 1/5 ആണ്. ആൻഡ് വാസ് ആസ്ക്ഡ് ടു കോൺട്രിബ്യൂട്ട് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ. അതായത് ഗൗരവിൻ്റെ അടുത്ത് പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ഷെയർ എത്രയാണോ അതിനോട് ആനുപാതികമായിട്ടുള്ള ക്യാപിറ്റലാണ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ₹4,000 ഫോർ പ്രീമിയം. അതേസമയം അയാളുടെ കൊണ്ടുവരേണ്ട ഷെയർ ഓഫ് ഗുഡ് വില് കൃത്യമായി പറഞ്ഞതിൻ്റെ എത്രയാണ്? 4,000. The capitals of Ashu and Rahul after all adjustments relating to revaluation, goodwill, etc. worked out to be ₹45,000 and ₹35,000 respectively. അതേസമയം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എങ്ങനെ കിട്ടാം? അഡ്മിഷൻ്റെ സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ഓപ്പണിംഗ് ബാലൻസ് എഴുതും, അഡ്മിഷന് തുടർന്നുണ്ടായ ചേഞ്ചസ് എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ബാലൻസിനെയാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലാണ് നമുക്കിവിടെ തരാത്തത്. അത്തരം സിറ്റുവേഷനിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലും അവരുടെ ന്യൂ റേഷ്യോനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്ണർ. അപ്പോൾ ഇവിടെ ന്യൂ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലും അവരുടെ ന്യൂ റേഷ്യോ. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ്? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അശൂസ് ക്യാപിറ്റൽ 45,000, രാഹുൽ ഷെയർ ക്യാപിറ്റൽ 35,000. അപ്പോൾ ഇവിടെ ഈ 2 പേരുടെയും കൂടി ടോട്ടൽ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ്? 80,000 ആണ്. അവരുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 4/5 ആണ്. 2 പേരും കൂടിയിട്ടുള്ള ന്യൂ റേഷ്യോ ആണ് 4/5 എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടിയത്? ഗൗരവിൻ്റെ ഷെയർ എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 1/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5ൽ ഒരു ഭാഗം കൊടുത്താൽ ബാക്കി ഓൾഡ് പാർട്ട്നേഴ്സിന് എത്രയുണ്ട്? 4/5 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടി, അവരുടെ ന്യൂ ഷെയർ കിട്ടി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 80,000. 80,000 എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ മാത്രം ടോട്ടൽ ക്യാപിറ്റലാണ്. അതെത്രയാണ്? 4/5 ആണ്. അപ്പോൾ 5ൽ 4 ഭാഗമാണ് 80,000 എന്ന് പറയുന്നത്. അപ്പോൾ 5 ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? 80,000 × 5/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. അപ്പോൾ പുതിയ ഫേമിൻ്റെ ഇൻക്ലൂഡിങ് ന്യൂ പാർട്ട്ണർ, പുതിയ പാർട്ട്ണർക്ക് ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ്. അതിൽ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആളുടെ ഷെയർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 lakh × 1/5 20,000. ഇപ്പം നമുക്ക് ഈ 3 ക്യാപിറ്റലും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 lakh കിട്ടും. എങ്ങനെ കിട്ടുക? ഗൗരവിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 20,000. അശൂസ് ക്യാപിറ്റൽ 45,000, രാഹുൽസ് ക്യാപിറ്റൽ 35,000.
അത് 3 കൂടി പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 1 lakh ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലും ന്യൂ റേഷ്യോയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്.